സുരേഷ് ഗോപിയുടെ കാര്യത്തിൽ മോദിയും അമിത്ഷായും JP നദ്ദയും ഒടുക്കം ഒരു തീരുമാനമെടുക്കുകയാണ്. മോദിയും അമിത്ഷായും JP നദ്ദയും കൂടിക്കാഴ്ച നടത്തിക്കൊണ്ട് സുരേഷ് ഗോപിക്ക് ഒരു പൂട്ടിടുക കൂടിയാണ് ചെയ്യുന്നത്. യാതൊരു ലക്കും ലഗാനും ഇല്ലാതെയുള്ള സംസാരം BJPക്ക് കേരളത്തിൽ കനത്ത ക്ഷീണമാണ് വരുത്തിവെച്ചിരിക്കുന്നത് എന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനവും ഒപ്പം തന്നെ കോടതി സുരേഷ് ഗോപിയുടെ പ്രവർത്തനങ്ങൾക്ക് നോട്ടീസ് നൽകിയതുമടക്കം വിലയിരുത്തിക്കൊണ്ടാണ് സുരേഷ് ഗോപിക്ക് വിലങ്ങ് വെക്കുന്നത്. ചങ്ങനാശ്ശേരിയിലെ പരിപാടിയിൽ നിവേദനവുമായി വന്നവരെ ഞാൻ നിങ്ങളുടെ MP അല്ലെന്ന് പറഞ്ഞ് അധിക്ഷേപിച്ചെന്നും വേദിയിൽ ഇരിക്കാൻ കൂട്ടാക്കിയില്ലെന്നും കാണിച്ച് BJP മണ്ഡലം ജനറൽ സെക്രട്ടറി കണ്ണൻ പായിപ്പാട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് പരാതി അയച്ചതിന് പിന്നാലെയാണ് കൂടുതൽ നേതാക്കൾ ഓരോരുത്തരായി സുരേഷ് ഗോപിക്കെതിരെ രംഗത്തെത്തിയത്. ഇനി ചേലക്കരയിൽ BJP കൺവെൻഷനിൽ സംസ്ഥാന പ്രസിഡന്റ് K സുരേന്ദ്രനും തൃശൂർ ജില്ലാ പ്രസിഡന്റ് അനീഷ് കുമാറും പറഞ്ഞത് പാടെ തള്ളി. താൻ ആംബുലൻസിൽ പൂരത്തിന് എത്തിയില്ലെന്ന സുരേഷ് ഗോപിയുടെ പ്രസംഗം നേതാക്കൾക്ക് കടുത്ത ക്ഷീണമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. സുരേഷ് ഗോപിക്കായി തങ്ങളാണ് ആംബുലൻസ് ഏർപ്പാടാക്കിയത് എന്നായിരുന്നു സുരേന്ദ്രനും അനീഷും അവിടെ പ്രസംഗിച്ചത്. എന്നാൽ ആംബുലൻസിൽ കയറിയില്ലെന്ന കള്ളം തെളിവുകളുടെ മുന്നിൽ പൊളിഞ്ഞതോടെ കഴിഞ്ഞ ദിവസം സുരേഷ് ഗോപി മലക്കം മറിയുകയാണ് ഉണ്ടായത്. വീണ്ടും പുതിയ കഥയിറക്കി ഗുണ്ടകൾ ആക്രമിച്ചതിനാലാണ് ആംബുലൻസിൽ കയറിയതെന്ന് പറഞ്ഞ അദ്ദേഹം ആക്രമണത്തിൽ നിന്ന് രക്ഷിക്കാൻ BJPക്കാരല്ല നാട്ടുകാരാണ് വന്നത് എന്നും ഓർമ്മിപ്പിച്ചു. കഴിഞ്ഞ ദിവസം സുരേഷ് ഗോപി മാധ്യമങ്ങളെ പുറത്താക്കിയതും അധിക്ഷേപിച്ച് സംസാരിച്ചതും സംസ്ഥാന BJP നേതൃത്വത്തെ ഇതുപോലെ തന്നെ പ്രതിരോധത്തിലാക്കിയതാണ്. പൊതുവേദിയിൽ മുഖ്യമന്ത്രി അടക്കം മോശം വാക്കുകളിലൂടെ അപമാനിക്കാൻ ശ്രമിച്ചത് BJPക്ക് ക്ഷീണമുണ്ടാക്കിയെന്നാണ് നേതാക്കളുടെ വിലയിരുത്തൽ. ഈ പോക്ക് നിയന്ത്രിക്കാൻ ആവശ്യമായ നിർദ്ദേശം ഡൽഹിയിൽ നിന്നുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായിട്ടാണ് സംസ്ഥാന നേതാക്കൾ പറഞ്ഞു വെക്കുന്നത്. തൃശൂർ പൂരത്തിന് ആംബുലൻസിൽ എത്തിയിട്ടില്ലെന്ന നുണ പൊളിഞ്ഞപ്പോൾ പുതിയ കഥയുമായാണ് സുരേഷ് ഗോപി എന്ന സഹമന്ത്രി എത്തുന്നത്. പൂരത്തിന് ആംബുലൻസ് എത്തിയെന്ന് സമ്മതിച്ച സുരേഷ് ഗോപി തന്റെ വാഹനം ഗുണ്ടകൾ ആക്രമിച്ചെന്നും അതിനാലാണ് ആംബുലൻസിൽ പോയതും എന്ന പുതിയ തിരക്കഥ. സിനിമകളിൽ പോലും ഇത്തരം ഒരു തിരക്കഥയില്ല. അതിനേക്കാൾ മികച്ചത് എന്ന രൂപത്തിലാണ് ഈ കഥ തയ്യാറാക്കുന്നത്. താൻ ആംബുലൻസിൽ പോയത് മായക്കാഴ്ചയാണ് എന്ന് അതിന് തൊട്ട് മുൻപുള്ള ദിവസങ്ങളിലാണ് NDA കൺവെൻഷനിലായിരുന്നു ആ പച്ചക്കള്ളം. എന്നാൽ ആംബുലൻസിൽ വന്നിറങ്ങുന്ന ദൃശ്യങ്ങൾ വീണ്ടും മാധ്യമങ്ങളിൽ നിറഞ്ഞതോടെ എരിവും പുളിയും അടിയും പിടിയുമുള്ള പുതിയ ത്രില്ലർ കഥ തന്നെ തയ്യാറാക്കുകയാണ്. 5 കിലോമീറ്റർ കാറിൽ സഞ്ചരിച്ചു, അങ്ങനെ പൂരത്തിനെത്തി. എന്നാൽ തന്റെ വാഹനം ഗുണ്ടകൾ ആക്രമിച്ചു. അവിടെ നിന്നും രക്ഷിച്ച് ആംബുലൻസിൽ തൃശ്ശൂരിൽ എത്തിച്ചത് ഒരു രാഷ്ട്രീയവുമില്ലാത്ത ചെറുപ്പക്കാരാണ്. എന്തൊക്കെ നുണകൾ! വാഗമൺ സ്പൈസസ് വാഗമണിലെ എല്ലാ ഒറിജിനൽ പ്രോഡക്ട്സും തിരുവനന്തപുരത്ത് ഒരു കുടക്കീഴിൽ ജ്യോതിപുരം ഫുഡ് സേഫ്റ്റി ഓഫീസിന്റെ മുൻവശത്ത് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കശുവണ്ടി, കുരുമുളക്, ഗ്രാമ്പു, ഏലക്ക, പട്ട, കാഷ്യൂനട്ട്, നട്ട്സ്, ആൽമണ്ട് എന്നിവയെല്ലാം ഇവിടെ ലഭ്യമാണ്. ബന്ധപ്പെടേണ്ട നമ്പർ 7994007599 അല്ലെങ്കിൽ 9656417599.